ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പീപ്പിൾസ് അക്കാഡമി. നമ്മൾ നോക്കുന്നത് വെബ്കോ LDCയുടെ പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യ ചോദ്യത്തിൽ ഇങ്ങനെയായിരുന്നു, ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യമായിരുന്നു. സുമിത്ര മഹാജൻ എത്രാമത്തെ ലോക്സഭാ സ്പീക്കറാണ് എന്നായിരുന്നു ചോദ്യം. ഇതിലെ ഉത്തരം 16 എന്നാണ് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരെന്ന് വെച്ചാൽ ആരാണ്? ഓം ബിർള. ഓക്കെ, ആരാണ്? ഓം ബിർളയാണ് നിലവിലെ ലോക്സഭാ സ്പീക്കർ ആണെന്ന് വെച്ചാൽ ഓം ബിർളയാണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ എത്രാമത്തെ ലോക്സഭയാണ്? 18ാമത്തെ ലോക്സഭാ സ്പീക്കറാണ് ഓം ബിർള എന്ന് ഓർത്ത് വയ്ക്കുക. 18ാമത് ലോക്സഭാ സ്പീക്കറാണ് ആര്? ഓം ബിർള എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇപ്പൊ ലോക്സഭ സ്പീക്കറും അതുപോലെ തന്നെ ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കറിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ 93 കൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. KN രാജാണ്. ഓക്കെ, ആരാണ്? KN രാജാണെന്ന് ഓർത്ത് വയ്ക്കാം. ഇനി ഓർത്ത് വയ്ക്കേണ്ടത് ഒന്നാം പഞ്ചവത്സര പദ്ധതി വർഷം 1951, 56 കാലഘട്ടമാണ്. ഏത് എന്ന് പറയുന്നത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം എന്ന് പറയുന്നത്. നമുക്ക് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ മോഡൽ എന്ന് വെച്ചാൽ ഹരോൾഡ് ഡോമർ മോഡൽ. ഓക്കെ, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ മോഡൽ ഏതെന്ന് വെച്ചാൽ ഏതാണ്? ഹരോൾഡ് ഡോമർ മോഡൽ എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരെന്ന് വെച്ചാൽ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണെന്ന് ഓർത്തിക്കുക. പഞ്ചവത്സര പദ്ധതിയുടെ ഉപജ്ഞാതാവ് എന്നാരെന്ന് വെച്ചാൽ ജവഹർലാൽ നെഹ്റു എന്ന് ഓർത്തിക്കുക. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ചാൽ കൃഷിയായിരുന്നു പ്രധാന ലക്ഷ്യം എന്നതൊക്കെയോ കൃഷിയായിരുന്നു പ്രധാന ലക്ഷ്യം എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അധ്യക്ഷൻ ആരെന്ന് വെച്ചാൽ നെഹ്റു ആണെന്ന് ഓർത്ത് വയ്ക്കുക. നെഹ്റു, അധ്യക്ഷൻ നെഹ്റു. അടുത്ത ചോദ്യം, ബംഗാളി പത്രമായ സംവാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപൻ ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം. രാജാറാം മോഹൻ. ആരാണ്? രാജാറാം മോഹൻ. ഓക്കെ, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. അതുപോലെ തന്നെ നവഭാരതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും രാജാറാം മോഹൻ റോയ് ആണ്. അതുപോലെ ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? രാജാറാം മോഹൻ റോയ് ആണെന്ന് ഓർത്തു വയ്ക്കാം. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്നതും രാജാറാം മോഹൻ റോയ് ആണെന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, 13ാമത്തെ ചോദ്യം, രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മദൻ മോഹൻ മാളവ്യ. ഓക്കെ, അപ്പൊ മദൻ മോഹൻ മാളവ്യ നമുക്കറിയാം 30, 31, 32 കാലഘട്ടത്തിലാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത്. 3 വട്ടമേശ സമ്മേളനം നടന്നു. 1930, 31, 32 കാലഘട്ടത്തിലാണ് നടന്നത്. 1931 രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രണ്ടാം വട്ടമേശ സമ്മേളനത്തിലേക്ക് ഗാന്ധിയോടൊപ്പം പോയ വനിതയാണ് ആരെന്ന് വെച്ചാൽ സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു ആണെന്ന് വെച്ചേക്കാം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിലേക്ക് ഗാന്ധിജി പോയ കപ്പൽ എന്ന് വെച്ചാൽ SS രജപുത്താന. മറന്നു വരുന്നത് SS രജപുത്താന. ഒരു LGS ചോദ്യത്തിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി ഒപ്പം കൊണ്ടുപോയ മൃഗം ഏത് എന്ന് ചോദിച്ചിരുന്നു. ഏതാണ്? ആട് എന്ന് ചോദിച്ചെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, LGS ചോദ്യത്തിൽ ചോദിച്ചതാണ് ആട് എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, 14ാമത്തെ ചോദ്യം, കേരളത്തിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. R. ശങ്കർ. ഓക്കെ, അപ്പൊ R. ശങ്കറാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി. ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്ന ആരാണ്? കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് R. ശങ്കർ എന്ന് ഓർത്ത് വയ്ക്കുക. പിന്നാക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയാണ് R. ശങ്കർ. ഓക്കെ, അതുപോലെ തന്നെ R. ശങ്കർ ആരംഭിച്ച പത്രമുണ്ട്. പ്രീവിയസ് ചോദ്യം, ദിനമണി പത്രം. ഏത് പത്രമാണ്? ദിനമണി പത്രം എന്ന ഓർത്തേക്ക് മറന്നു വരുന്നത്. ദിനമണി പത്രം ആരുടെയാണ്? R. ശങ്കറിന്റെ ആണെന്ന് ഓർത്തേക്കുക. വിമോചന സമരകാലത്ത് KPCC പ്രസിഡന്റ് ആയിരുന്നു. KPCC പ്രസിഡന്റ് വിമോചന സമരകാലത്ത് KPCC പ്രസിഡന്റ് ആയിരുന്നു വെച്ചാൽ R. ശങ്കർ എന്ന് ഓർത്തിക്കുക. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ഡെപ്യൂട്ടി CM ആരെന്ന് വെച്ചാൽ ആരാണ്? R. ശങ്കർ ആണെന്ന് പറയും. കേരളത്തിലെ ആദ്യത്തെ ഡെപ്യൂട്ടി CM ആരെന്ന് വെച്ചാൽ R. ശങ്കർ എന്ന് പറയുക. കേരളത്തിൽ R. ശങ്കർ ഡെപ്യൂട്ടി CM ആയ വർഷം ചോദിച്ചാൽ 1960 എന്ന്
ഓർത്തേക്ക്. 1960 മറന്നു പോരുത്. 1960. ഓക്കെ. അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കുറച്ച് കടൽത്തീരമുള്ള ജില്ല ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, കൊല്ലം ജില്ലയാണ്. ഓക്കെ, കൊല്ലം ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കുറച്ച് കടൽത്തീരമുള്ള ജില്ല എന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയാണ്. ഓക്കെ, അപ്പൊ കൊല്ലം ജില്ലയുടെ കടൽത്തീര ദൈർഘ്യം ചോദിച്ചാൽ 37 കിലോമീറ്റർ. എത്ര കിലോമീറ്റർ ആണ്? 37 കിലോമീറ്റർ. അപ്പൊ ഏറ്റവും കുറച്ച് കടൽത്തീരമുള്ളത് പഠിച്ചാൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ളത് പഠിക്കണം. കണ്ണൂർ ജില്ലയാണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല എന്നറിയപ്പെടുന്നത്. കണ്ണൂർ ജില്ലയുടെ കടൽത്തീര ദൈർഘ്യം ചോദിച്ചാൽ 82 കിലോമീറ്റർ. നോർത്തേക്ക് 82. ഓക്കെ, ഏറ്റവും വലിയ നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ചാണ്, കണ്ണൂർ ജില്ലയിലാണെന്ന് ഓർത്തിക്കുക. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ളത് 82 കിലോമീറ്റർ, കണ്ണൂർ ജില്ലയാണെന്ന് ഓർത്തിക്കുക. ഏറ്റവും കുറച്ച് കടൽത്തീരമുള്ളത് കൊല്ലം ജില്ലയാണെന്ന് ഓർത്തിക്കുക. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് ചോദിച്ചാൽ ചേർത്തല, ആലപ്പുഴ ജില്ലയിലാണെന്ന് കൂടി ഓർത്തു വയ്ക്കുക. കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം 9, കടൽത്തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം 5 എന്ന് കൂടി ഓർത്തിക്കുക. കേരളത്തിലെ കടൽത്തീര ദൈർഘ്യം 600 എന്ന കിലോമീറ്റർ ഓർത്തിക്കുക. 600 കിലോമീറ്റർ ആണ് കേരളത്തിലെ കടൽത്തീര ദൈർഘ്യം എന്ന് കൂടി ഓർത്തു വയ്ക്കുക. ഈ അവസരത്തിൽ ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്ത ചോദ്യം 35ാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനം ഏത് എന്നൊരു ചോദ്യം. എന്നൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യമായിരുന്നു. ഓപ്ഷൻ എ ആണ് ഉത്തരം, കേരളമാണ്. അപ്പോ 35ാമത്, അപ്പോ 37ാമത് നാഷണൽ ഗെയിംസ്, ദേശീയ ഗെയിംസിന് വേദിയായത് എവിടെയെന്ന് വെച്ചാൽ ഗോവയാണെന്ന് വയ്ക്കുക. 37ാമത് ഗോവ എന്ന് ഓർത്തിക്കുക. അത് ഏത് വർഷം എന്ന് വെച്ചാൽ 2023 കൂടി. 2023 37ാമത് ദേശീയ ഗെയിംസിന് വേദിയായത് ഗോവ എന്ന് കൂടി ഓർത്തിക്കുക. ഓക്കെ, അടുത്ത 38ാമത് ദേശീയ ഗെയിംസിന് വേദിയായത്, 38ാമത് ദേശീയ ഗെയിംസിന് വേദിയായത് എവിടെന്ന് വെച്ചാൽ ഉത്തരാഖണ്ഡ് എന്ന് ഓർത്തിക്കുക. ഉത്തരാഖണ്ഡ്. ഓക്കെ, അതാണ് ഉത്തരാഖണ്ഡിലാണ് 38ാമത് ദേശീയ ഗെയിംസിന് വേദിയായത്. 2025 38ാമത് ദേശീയ ഗെയിംസ് നടന്നത് എന്ന് ഓർത്തു വയ്ക്കാം. അടുത്ത 39ാമത് ദേശീയ ഗെയിംസ് നടക്കാൻ പോകുന്നത് 2027 അത് എവിടെ എന്ന് ചോദിച്ചാൽ എവിടെയാണ്? മേഘാലയ എന്ന് ഓർത്തിക്കാം. മേഘാലയ. ഓക്കെ, എവിടെയാണ്? മേഘാലയ എന്ന് കൂടി ഓർത്തിക്കുക. അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഗവൺമെന്റ് ആരുടെ ജന്മദിനമാണ് മാതൃസുരക്ഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, കസ്തൂർബ ഗാന്ധി. മറന്നു വരുന്നത്, കസ്തൂർബ ഗാന്ധി. ഓക്കെ, അടുത്ത 18ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത് എവിടെ എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്, പുനലൂരാണെന്ന് ഓർത്തിക്കുക. അടുത്ത 19ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. സംഘകാലത്തിൽ കുറിച്ചി എന്നറിയപ്പെടുന്ന പ്രദേശം എന്നത് ഏത് പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്, പർവ്വത പ്രദേശം പ്രതികരിക്കുന്നതാണ് കുറിഞ്ചി എന്ന് ഓർത്തിക്കുക. 20ാമത്തെ ചോദ്യം നോക്കാം. 2016 ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടത് 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയ വനിതയും പുരുഷനും നമുക്ക് നോക്കാം. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയ വനിത ആരെന്ന് വെച്ചാലും പുരുഷൻ ആരെന്ന് വെച്ചാലും നമുക്ക് നോക്കാം. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയ പുരുഷൻ ആരെന്ന് വെച്ചാൽ ആരാണ്? കാർലോസ് അൽക്കാരസ്. ഓക്കെ, കാർലോസ് അൽക്കാരസ് ആണ്. കാർലോസ് അൽക്കാരസും വനിത ആരെന്ന് വെച്ചാൽ എലീന റബക്കിന എന്നോർത്തിക്കുക. എലീന റബക്കിന. മറന്നു വരുന്നത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പൊ അടുത്ത ഭാഗത്തില് വേറൊരു ചോദ്യമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.